കോഴിക്കോട് വനിതാ എഎസ്എയെ കൊണ്ട് എസ്എഫ്ഐ പ്രാദേശിക നേതാവ് മാപ്പ് പറയിച്ച സംഭവത്തിൽ അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ചാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ സംഘടിച്ചു നിന്ന വിദ്യാർത്ഥികളോട് എഎസ്ഐ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് മടങ്ങിയ വിദ്യാർത്ഥികൾ എസ്എഫ്ഐ പ്രാദേശിക നേതാവുമായി തിരിച്ചു വരികയായിരുന്നു. പിന്നീടാണ് നിർബന്ധപൂർവ്വം വനിതാ എഎസ്ഐയെ കൊണ്ട് മാപ്പ് പറയിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വനിതാ എഎസ്ഐയെ കൊണ്ട് എസ്എഫ്ഐ നേതാക്കൾ മാപ്പ് പറയിച്ച സംഭവം തന്നെയാണ്. ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, നമുക്കറിയാം കുട്ടി സഖാക്കളോട് പോലീസിന് പോലും മാപ്പ് പറയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആണ് ഈ പിങ്ക് പോലീസിന്റെ, അതായത് ഡ്യൂട്ടി ടൈമിനിടയിലാണ് ഈ എഎസ്ഐ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഈ കൊയിലാണ്ടി കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ ലഹരി മാഫിയ ഉണ്ട് എന്നത് വലിയ രീതിയിൽ നാട്ടുകാർക്കടക്കം അറിയുന്ന ഒരു സംഭവമാണ്. ഇത് കേന്ദ്രീകരിച്ചാണ് ഈ 1 മണിക്കൂർ ഇടവിട്ട് ഈ കൊയിലാണ്ടി പരിസര പ്രദേശങ്ങളിൽ പോലീസിന്റെ പരിശോധന ഉണ്ടാവാറുണ്ട്. ആ സമയത്താണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടതും. കുറേ സമയം കഴിഞ്ഞിട്ട് ഇവർ പോവാത്തതിനെ തുടർന്ന് ഈ വനിതാ പോലീസ് അവരെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. തുടർന്ന് ഇവർ പോയതിനു ശേഷം പ്രാദേശിക നേതാവായ ഒരു എസ്എഫ്ഐ പ്രവർത്തകനെ കൊണ്ടുവരികയും തിരിച്ചു വന്ന് ഈ എഎസ്ഐയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. സംഘർഷം കണക്കിലെടുത്താണ് ഈ എഎസ്ഐ ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള അല്ലെങ്കിൽ നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് അത്തരത്തിൽ ഇടപെടുമ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ തന്നെ ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സംഭവത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ദേവിക. കൂടാതെ തന്നെ ഈ എസ്എഫ്ഐ നേതാവ് നമ്മുടെ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും മുന്നിൽ നിന്നൊരു എസ്എഫ്ഐ നേതാവാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എസ്എഫ്ഐയുടെ ചുമതലകൾ വഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അത്തരത്തിൽ വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഈ വനിതാ എഎസ്ഐ മാപ്പ് പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത് ദേവിക.